Hello friends, welcome to another video from Study History with me. ഇന്നത്തെ വീഡിയോയിൽ ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ ആൻഡ് നോവൽസ് എന്ന സീരീസിലുള്ള നാട്യശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള കൃതിയാണ് പാണിനിയുടെ അഷ്ടാധ്യായി. ഇതൊരു സാൻസ്ക്രിറ്റ് ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകമാണ്. സംസ്കൃതത്തിൻ്റെ ഏർലിയസ്റ്റ് എവിഡൻസ് എന്ന് പറയുന്നത് ഇൻസ്ക്രിപ്ഷൻസിലാണ്. ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ലഭിക്കുന്ന ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് രുദ്രദമൻ്റെ ജുനഗറിലുള്ള ഇൻസ്ക്രിപ്ഷനാണ്. ഇത് പ്രസൻറ്റ് ഡേ സദേൺ ഗുജറാത്ത് റീജിയണിലാണ്. സംസ്കൃതത്തിൽ നാട്യം അല്ലെങ്കിൽ നാടകം, ഡാൻസ് തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെക്സ്റ്റാണ് നാട്യശാസ്ത്ര. ഇതിൻ്റെ ഓഥറാണ് ഭരത. നാട്യം എന്ന് പറയുന്നത് ഹിന്ദു റിലീജിയനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷനുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബ്രഹ്മാവ്, അതായത് ക്രിയേറ്റർ, 4 വേദങ്ങളിൽ നിന്നും ലിറ്ററേച്ചർ, മ്യൂസിക്, ഡ്രാമ അങ്ങനെയുള്ള ഇമോഷണൽ കോമ്പണൻസ് എല്ലാം എടുത്തുകൊണ്ട് നാട്യവേദ എന്നൊരു 5th വേദം ഉണ്ടാക്കിയെന്നാണ് വിശ്വസിക്കുന്നത്. മറ്റു വേദങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള പാർട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പാത്യ എന്ന് പറയുന്നത് വേർഡ്സ്, ഇത് ഋഗ്വേദയിൽ നിന്ന്, അഭിനയ ഗെസ്റ്റേഴ്സ് ഫ്രം യജുർവേദ, ഗീത് മ്യൂസിക് ഫ്രം സാമവേദ, ആൻഡ് രാസ ഇമോഷൻസ് ഫ്രം അഥർവവേദ. നാട്യശാസ്ത്രം അനുസരിച്ച് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിന് ബേസിക് ആയിട്ടുള്ള 2 ആസ്പെക്ട്സ് ആണ് ഉള്ളത്. ഒന്ന് ലാസ്യ, ഇതൊരു ഫെമിനൈൻ ആയിട്ടുള്ള ഫോമാണ്. മറ്റൊന്ന് താണ്ഡവ എന്ന് പറയുന്നത് മെയിലായിട്ടുള്ളൊരു ഫോമാണ്. സോ മെയിൽ ആൻഡ് ഫെമിനൈൻ ആയിട്ടുള്ള, മാസ്കുലൈനും ഫെമിനൈനും ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ലാസ്യക്കും താണ്ഡവക്കും കൊടുക്കുന്നത്. ഫെമിനൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഗ്രേസ്, ഭാവ, അഭിനയ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ലാസ്യ. താണ്ഡവ എന്ന് പറയുന്നത് റിതമിലും മൂവ്മെൻറ്റിലും ഒക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. സംസ്കൃത നാടകത്തിനെക്കുറിച്ച് നാട്യശാസ്ത്ര പറയുന്നത് അതിൻ്റെ പ്ലോട്ട് ഒരു ഫേമസ് ആയിട്ടുള്ള സ്റ്റോറി ആയിരിക്കണം. നാട്യശാസ്ത്രയിലാണ് നവരസങ്ങളെ പരാമർശിക്കുന്നത്. നവരസങ്ങൾ എന്ന് പറയുന്നത് 9 എക്സ്പ്രഷൻസാണ്, 9 രസങ്ങൾ. ഇത് ശൃംഗാര ഫോർ ലവ്, രൗദ്ര ഫോർ ആങ്കർ, പീബത്സ ഫോർ ഡിസ്ഗസ്റ്റ്, വീര ഫോർ ഹീറോയിസം, ശാന്ത ഫോർ പീസ്, ഹാസ്യ ഫോർ ലാഫ്റ്റർ, കരുണ ഫോർ സോറോ, ഭയങ്കര ഫോർ ഹൊറർ, ആൻഡ് അദ്ഭുത ഫോർ വണ്ടർ. നാട്യശാസ്ത്രം അനുസരിച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിനെ 4 ആയിട്ടാണ് തിരിക്കുന്നത്. ഇവയാണ് അവനഥവാദ്യ, ഗൺവാദ്യ, സുഷിർവാദ്യ ആൻഡ് തത്വാദ്യ. ഗണവാദ്യ എന്ന് പറയുന്നത് ഇഡിയോഫോൺസ് ആണ്, അതായത് സോളിഡ് ആയിട്ടുള്ള പെർക്കഷൻ അല്ലാത്ത, അതായത് ട്യൂണിങ് ആവശ്യമില്ലാത്ത ഇൻസ്ട്രുമെൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുള്ള ഇലത്താളം പോലെയുള്ളത്, അതായത് കൂട്ടി നമ്മൾ ഇടിക്കുമ്പം അങ്ങനെ, അല്ലെങ്കിൽ സ്ക്രൈപ്പ് ചെയ്യുമ്പോൾ, ഷെയ്ക്ക് ചെയ്യുമ്പോൾ ഒക്കെ മണിയൊക്കെ പോലെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സാണ് ഗണവാദ്യയിൽ വരുന്നത്. സോ നമുക്ക് സിംബൽസ് അഥവാ നമ്മളുടെ ഇലത്താളം ഈസി ആയിട്ട് ഓർത്ത് വെക്കാം. ചിലപ്പോൾ ഇഡിയോഫോൺസ് എന്ന വേർഡ് ചിലപ്പോൾ ന്യൂ ആയിരിക്കും. സോ അത് ഗണവാദ്യ എന്നതുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് കാറ്റഗറിയാണ് തത്വവാദ്യ. തത്വവാദ്യയുടെ ഇംഗ്ലീഷാണ് കോഡോഫോൺസ്. കോഡ് എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്. സോ ഇറ്റ്സ് റെഫറിങ് ടു സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗിറ്റാർ, വയലിന്, വീണ, സിത്താർ, സാരംഗി തുടങ്ങിയ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അത് നമ്മൾ ഒന്നെങ്കിൽ പ്ലക്ക് ചെയ്യുകയാണ് ചെയ്യുക, ഒന്നായത് വിരലുകൊണ്ട് നമ്മളിങ്ങനെ പ്ലക്ക് ചെയ്യും, അല്ലെങ്കിൽ ഒരു വയലിൻ പോലെ ബോ ഉപയോഗിച്ചായിരിക്കും അത് പ്ലേ ചെയ്യുന്നത്. ഇത് സ്ട്രിങ്ങിൻ്റെ വൈബ്രേഷൻ കൊണ്ടാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് കാറ്റഗറിയാണ് സുഷിരവാദ്യ, അതായത് എയറോഫോൺസ്. സുഷിരം എന്ന് പറയുന്നത് ഹോളാണ്, എയറോഫോൺസ് എന്ന് പറയുന്നത് വിൻഡ് ഇൻസ്ട്രുമെൻ്റ് എന്നാണ് മീനിങ്. സോ ഇത് നമുക്കറിയാം ഫ്ലൂട്ട് പോലെ എയർ നമ്മൾ ഊതിക്കൊണ്ട് ഒരു ഹോളോ കോളത്തിലേക്ക് ഊതിക്കൊണ്ട് സൗണ്ട് ഉണ്ടാക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. സോ അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫ്ലൂട്ട്, ഷെഹനായി, നാദസ്വരം എക്സെട്ര. നെക്സ്റ്റ് കാറ്റഗറിയാണ് അവനഥവാദ്യ, അതായത് പെർക്കഷൻ ഇൻസ്ട്രുമെൻറ്റ്സ്. അതായത് ആനിമൽ സ്കിന്ന് വലിച്ചു കെട്ടിയിട്ടുള്ള ഒരു ഭാഗത്ത് നമുക്ക് ഒന്നെങ്കിൽ കൈകൊണ്ടോ അല്ലെങ്കിൽ വടി കൊണ്ടൊക്കെ സ്ട്രൈക്ക് ചെയ്തിട്ട്, ലൈക്ക് ചെണ്ട, മദ്ദളം അങ്ങനെയുള്ള മൃദംഗം, തബല പോലെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇനി നമുക്ക് ക്വിക്ക്ലി നാട്യശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. In Natya Shastra, Bharat Muni has clubbed musical instruments into how many groups? ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3, 4. Next question.
ആസ് പെർ ദ നാട്യശാസ്ത്ര ഐഡിയോഫോൺസ് ആർ കോൾഡ് ഡാഷ്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം ടോപ്പിക്കിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. കറക്റ്റ് ആൻസർ ഈസ് ഘനവാദ്യ. ദ നാട്യശാസ്ത്ര ട്രഡീഷൻ റെഫേഴ്സ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ്? കറക്റ്റ് ആൻസർ ഫോർത്ത് ഓപ്ഷനാണ് ഇന്ത്യൻ തിയേട്രിക്കൽ ട്രഡീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരതമുനിസ് നാട്യശാസ്ത്ര ഡീൽസ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഫസ്റ്റ് ഡാൻസ്, സെക്കൻഡ് മ്യൂസിക്, തേർഡ് ഡ്രാമ, ഫോർത്ത് മേക്കപ്പ് ആൻഡ് ഫിഫ്ത്ത് കോസ്റ്റ്യൂംസ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്. 1, 2 and 3 ഓൺലി. ഡാൻസ്, മ്യൂസിക് ആൻഡ് ഡ്രാമ. നാട്യശാസ്ത്ര ദ ഫേമസ് ട്രീറ്റൈസ് ഓൺ ഡ്രാമാറ്റിക് ആർട്ട് വാസ് റിട്ടൺ ബൈ ഡാഷ്. ഈസി ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഫസ്റ്റ്, ഭരതമുനി. ദ നാട്യശാസ്ത്ര ഡിസ്ക്രൈബ്സ് സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആസ് ഡാഷ് വാദ്യ. സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഏത് വാദ്യമാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഫോർത്ത് ഓപ്ഷനാണ്, തത്.